അപ്പോൾ നമ്മളുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന പണ്ടത്തെ ജനങ്ങളും ഇപ്പോഴത്തെ ജനങ്ങളും. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഏറെക്കുറെ 1990-ന്റെ മുൻപുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഞാൻ കാണിച്ച ഫോട്ടോസിലുള്ള ജനങ്ങളെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളും ഇന്ന് നമ്മളുടെ ഈ കാലത്ത് ജീവിക്കുന്ന ജനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഓവറായിട്ട് ഫാറ്റ് അല്ല, അതേപോലെ തന്നെ അവർക്ക് ശരീരം ഇളകുന്ന രീതിയിൽ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കൂടുതൽ ലേസി അല്ല, ഡെയിലി അവർക്ക് ശരീരം ഇളകുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി വരുന്നുണ്ട്, അതായത് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ വണ്ടി കാര്യങ്ങളൊക്കെ സൗകര്യം നല്ല രീതിയിൽ കുറവാണ്. ഒന്നല്ലെങ്കിൽ അവർ നടന്നു പോകണം, അല്ലെങ്കിൽ അവർ സൈക്കിളിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ അന്ന് ചെയ്യുന്ന വർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു പ്രവൃത്തിയാണെങ്കിലും കൂടുതലായി അവരുടെ ബോഡി നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഓവറായിട്ട് ഫാറ്റോ കാര്യങ്ങളൊന്നുമില്ല. സംഗതി നോക്കി വരുമ്പോൾ വലിയ മസിൽ മാസ് അങ്ങനെയൊന്നും വരുന്നില്ലെങ്കിൽ പോലും അവരുടെ ബോഡിയിൽ ഓവറായിട്ട് ഫാറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ അവരുടെ ശരീരത്തിന് ആവശ്യമായ സ്ലീപ്പ് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് വിശന്നാൽ മാത്രം അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ളൂ അവർ കഴിക്കുന്നത്. ഒരു ബാഡ് ഫുഡ് ഹാബിറ്റ് ഇല്ല, അതേപോലെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊന്നും അവർക്ക് വരുന്നില്ല. ഇനി നമ്മൾ നമ്മളുടെ ഈ ജനറേഷനിലുള്ള ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ നോക്കുകയാണെങ്കിലോ, അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിൽ കൂടുതൽ ആൾക്കാരിലും ഓവർ ബോഡി ഫാറ്റ് ഉണ്ട്. എന്തിന്, ചെറിയ കുട്ടികളിൽ വരെ അൺഹെൽത്തി ആയ രീതിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ ഫാറ്റ് കാണുന്നുണ്ട്. അളവിൽ കൂടുതൽ ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായതിലേറെ ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ കൂടുതൽ കഴിക്കാൻ തുടങ്ങി. കൂടുതൽ നേരം ഫോണിൽ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കുക, ഒന്നും വേണ്ട. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇന്നത്തെ സ്ക്രീൻ ടൈം നോക്കിയാൽ മതി. ശരിക്കും നമ്മളറിയാതെ തന്നെ നമ്മളുടെ വലിയൊരു ടൈം മൊബൈലിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പോസിറ്റീവായ ഒരു ഗുണമോ കാര്യങ്ങളൊന്നും കിട്ടാനും പോകുന്നില്ല. അപ്പം നിങ്ങളൊരു സ്റ്റഡി പർപ്പസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ നിൽക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള യൂട്യൂബ് പോലുള്ളതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക നല്ലത്. കാരണം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിനാണ് നിങ്ങൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ലിമിറ്റിൽ കൂടുതൽ നിങ്ങൾ അറിയാതെ തന്നെ യൂസ് ചെയ്ത് പോകും. അതായത് ഇത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്സോ റീൽസോ ഒക്കെയാണ് കണ്ടു തുടങ്ങിയാൽ നമ്മളുടെ വലിയൊരു ടൈം കഴിയുമ്പോൾ പോകുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ വക ആപ്പുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതാവും നല്ലത്. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ജോബ് വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ ഭാഗത്ത് മാത്രം ഇരിക്കുകയാണ്. എന്നാലോ ഫുഡും കാര്യങ്ങളും കഴിച്ച്, അതായത് അതിൽ കൂടുതൽ നമ്മൾ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും കഴിക്കുന്നു, ഹൈ കാലറി, അതേപോലെ തന്നെ ഹൈ ഓയിലായിട്ട്, അതായത് വെജിറ്റബിൾ ഓയിൽ, നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽസും അതേപോലെ ഒരുപാട് ഷുഗറും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങി. അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിൽ വരുന്ന ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല. ശരിക്കും നമ്മളുടെ ബോഡി നമ്മളറിയാതെ തന്നെ വീക്കായി കൊണ്ടിരിക്കുകയാണ്. ഒരു യാത്ര ചെയ്യാൻ പോലും, അതായത് ചെറിയൊരു ലോങ് ആണെങ്കിൽ പോലും അതുപോലും നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ പണ്ട് ഉള്ളവർ യൂസ് ചെയ്ത പോലെ സൈക്കിളോ കാര്യങ്ങളൊന്നും അല്ല, അപ്പോഴും നമ്മൾ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള പോകും. ശരിക്കും നമ്മുടെ ശരീരം ഒന്ന് ഇളകുന്ന ആക്ടിവിറ്റി പോലും നമ്മുടെ ലൈഫിൽ വരുന്നില്ല. അതേപോലെ തന്നെ കൂടുതൽ സൂസൈഡ് ചെയ്യുന്നതിന്റെ എണ്ണം കൂടി വന്നു. അതേപോലെ തന്നെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ല രീതിയിൽ ടെൻഷൻ ആവുക. ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് മൈൻഡ് ഉള്ളവരൊക്കെ വളരെ കുറവാണ്. നമ്മളെ ഗ്രാൻഡ് ഫാദറൊക്കെ അല്ലേ, അവരൊക്കെ നമ്മളെ ഈ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവര് കാർക്കിച്ച് തുപ്പും. അത്രക്കും വീക്കായിട്ടൊരു ജനറേഷനാണ് നമ്മളത്. അതായത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പൊ നമുക്കുള്ളത്. മെന്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മളുടെ ഈ ജനറേഷന് ഒരുപാട് വീക്കാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെങ്ങനെ കൂടുതൽ ഹെൽത്തി ആക്കാം, അതേപോലെ തന്നെ നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് എങ്ങനെ നമ്മൾ എത്തിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയാലോ, നമ്മൾ എന്ത് കഴിക്കുന്നു, അതായത് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ്, അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഒരു ദിവസത്തെ ഓവറോൾ പെർഫോമൻസ്. ഇത് ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ തെളിച്ച് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യാൻ നിൽക്കുകയാണെന്ന് കരുതിക്കോ. അപ്പോൾ നിങ്ങൾ ഒരു ഹെൽത്തി ആയ മീല് കഴിച്ചു, ഓക്കെ, അതിന് ശേഷമാണ് നിങ്ങൾ ആക്ടിവിറ്റിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇതേ സമയം നമ്മൾ ആ ഹെൽത്തി മീല് കഴിക്കുന്നതിന് പകരം ഇപ്പോൾ കൂടുതൽ കഴിച്ചുകൊണ്ട് വരുന്ന കുഴിമന്തി അല്ലെങ്കിൽ ബിരിയാണി, ഈ ഫുഡൊക്കെ വയററച്ച് കഴിച്ചിട്ട് നമ്മൾ ആ ഒരു ആക്ടിവിറ്റിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളാ ഒരു മന്തി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഫുൾ പൊട്ടൻഷ്യൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരെ വരില്ല. ശരിക്കും നമ്മൾ ആ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ഷീണം തോന്നാറില്ലേ?
ശരിക്കും ഈ വക ഫുഡ്സ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ വീക്കാക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായതിലേറെയും ഒരു ദിവസം ഒരു ലിമിറ്റ് ഉണ്ട്, അതിലേറെയും ഓയിലും ഫുഡും കാര്യങ്ങളൊക്കെ ഒരൊറ്റ മീലിൽ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ബോഡി എന്താ പറയാ, നമ്മൾ നമ്മുടെ ബോഡീനെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഇല്ലാതാക്കാൻ പറ്റിയ ഒരു വലിയ റോള് ഫുഡിന് തന്നെ ഉണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉള്ള ചീപ്പായിട്ട് കിട്ടുന്ന പാക്കറ്റ് ഫുഡ്സ്, അത് ഫ്രൈഡ് ചിപ്സ് ആവട്ടെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആവട്ടെ, നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അതായത് അതിലൊക്കെ ഒരു ലിമിറ്റിലേറെ, അതായത് നമുക്ക് ഹെൽത്തി അല്ലാത്ത ഓയിൽസ്, അതായത് വെജിറ്റബിൾ ഓയിൽസ് പോലത്തെ ഓയിൽസും അതേപോലെ തന്നെ ഒരുപാട് അളവിലധികം ഷുഗറും ഉണ്ട്. ഓക്കെ, അതായത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒന്നാമത്, ഇത് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ വാല്യൂ കാര്യങ്ങളൊന്നും അതിനില്ല. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ വളരെ ലോ ക്വാണ്ടിറ്റി നിങ്ങൾ കഴിച്ചാൽ തന്നെ ഒരുപാട് കാലറി നിങ്ങളുടെ ശരീരത്തിലെത്തും. അതായത് ഒരു ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് കാലറി നിങ്ങളുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ചിപ്സിന്റെ കാര്യം പറയുകയാണെങ്കിലും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഫുഡ്സ്, അതായത് ഈ പാക്കറ്റ് ഫുഡ്സ്, ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് നിങ്ങൾ ഒന്നോ രണ്ടോ കഴിച്ചാൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും. ശരിക്കും ഇത് നമ്മളെ കൂടുതൽ അഡിക്റ്റ് ഒക്കെ ചെയ്യുന്നത്. അതായത് ഒന്നോ രണ്ടോ കഴിച്ചാൽ ഒരു പാക്കറ്റ് മുഴുവൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ളൂ തീർക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഒരുപാട് വീക്കാക്കുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്നാൽ ഇതൊക്കെ നോക്കുമ്പോൾ വളരെ ചീപ്പാണ്, എന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മളെ ബോഡിനെ ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എന്താ പറയാ, ചെറിയ ചെറിയ കുട്ടികളൊക്കെ അവർക്കൊക്കെ ഇപ്പോൾ പാരൻസ് കൂടുതലും എന്താ ഈ പാക്കറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് അതേപോലെ ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ കുട്ടിക്ക് ശരിക്കും എത്രയുള്ള കപ്പാസിറ്റി ഉണ്ടാവുക, ആ ഒരു പ്രായത്തിൽ തന്നെ ഇതൊക്കെ ചെല്ലുമ്പോൾ എത്രത്തോളം നെഗറ്റീവായിട്ട് ഈ കാര്യം ആ കുട്ടിനെ ബാധിക്കുന്നുണ്ടാവുക. ശരിക്കും ഇതൊന്നും നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ നല്ല രീതിയിൽ ഓവർ ഫാറ്റ് ആക്കാനും വീക്ക് ആക്കാനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഫുഡുകളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളെ വീക്ക് ആക്കാൻ ഏറ്റവും വലിയൊരു പാർട്ട് ഈ ഫുഡ്സിനുണ്ട്. സോ നല്ലൊരു ഫുഡ് ഹാബിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമ്മളുടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും. സോ നിങ്ങൾ റിയൽ ഫുഡ്സ് കഴിക്കുക, അല്ലാതെ കണ്ട് ഈ ചീപ്പായി കിട്ടുന്ന ഓവർ ഓയിൽ ആയിട്ടുള്ള ഓവർ ഷുഗർ ആയിട്ടുള്ള ഈ കണ്ട ഫുഡ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാക്സിമം ഒഴിവാക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡെയിലി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം. അതായത് ഇപ്പോൾ ഫുട്ബോൾ ആവട്ടെ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ആവട്ടെ അല്ലെങ്കിൽ ചെറിയ ജോഗിങ് ആവട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ ശരീരം അത്യാവശ്യം ഇളകുന്ന രീതിയിലുള്ളത്, അതിന് സൈക്ലിംഗ് ആവട്ടെ അല്ലെങ്കിൽ സ്വിമ്മിങ് ആവട്ടെ, എന്തായാലും വേണ്ട ഒരു ആക്ടിവിറ്റി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക. എന്നോട് ചോദിച്ചാൽ ഞാൻ നമ്പർ 1 കൊടുക്കുക ജിമ്മിനാണ്. കാരണം നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്ത് നമ്മളുടെ ബോഡി ഹെൽത്തി ആക്കുന്ന അത്ര പെർഫെക്റ്റ് ആക്കിയിട്ട് വേറൊരു ആക്ടിവിറ്റിക്കും നമ്മളെ ബോഡി ഹെൽത്തി ആക്കാൻ പറ്റില്ല. ഇതിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. നല്ല രീതിയിൽ ഫാറ്റായി, നല്ല രീതിയിൽ ഫാറ്റും ലേസിയും, അതായത് ഒരു വീക്ക് ഇതിൽ കടന്നു പോയിന്ന ഞാൻ ജിമ്മിൽ ചേർന്നിട്ട് എൻ്റെ ബോഡിൻ്റെ ഫാറ്റും കുറക്കാൻ പറ്റി. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഒരു റിയൽ ഷേപ്പ്, ഞാൻ പറയുന്ന ഒരു ബോഡി ബിൽഡറോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല, നമ്മളൊരു എസ്തെറ്റിക്, അതായത് നമ്മൾ ഒരു റിയൽ ഷേപ്പ് നമ്മളുടെ റിയൽ ലുക്കിലേക്ക് കൊണ്ടുവരാനുള്ളൂ ഞാൻ പറയുന്നത്. അതിന് നന്നായിട്ട് ജിമ്മ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിന് മസിൽസ് ആവശ്യമാണ്. ആ മസിൽസ് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്കും നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ട്, അതായത് നല്ല രീതിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും എത്തിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് വെയിറ്റ് ട്രെയിൻ ആണ്. ഞാൻ ഈ ജിമ്മ് നമ്പർ 1 കൊടുക്കാനുള്ള കാരണങ്ങളോട് പറയട്ടെ. അതായത് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ സൊല്യൂഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മളൊരു വീക്ക് ആയിട്ടുള്ള ആളിന് നമ്മളെ നല്ല ബെസ്റ്റ് വേർഷനിലേക്ക് എത്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജിമ്മിൽ പോയി തുടങ്ങിയാൽ കിട്ടും. ഇത് ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ എൻ്റെ ഫാറ്റ് കുറയാൻ തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ നല്ലൊരു ഫുഡ് ഹാബിറ്റ് കൊണ്ടുവരാൻ പറ്റി. അതായത് ഏതൊക്കെ ഫുഡ്സാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത്, ഏതൊക്കെ ഫുഡ്സാണ് നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ളത്, ഏതൊക്കെ ഫുഡാണ് നമ്മൾ ശരിക്കും കഴിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ ഫുഡ്സാണ് ആവശ്യം, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴാണ്. അതേപോലെ തന്നെ ഒരു സ്ലീപ്പ് കൊണ്ടുവരാൻ പറ്റി. പിന്നെ എനിക്ക് എൻ്റെ ശരീരം നല്ലൊരു ഷേപ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റി. ശരിക്കും നമുക്ക് നമ്മളുടെ ഒരു റെസ്പെക്ട് തോന്നും. അതായത് നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നിയത് ജിമ്മിൽ ചേർന്നപ്പോഴാണ്. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ജിമ്മിൽ ചേരുക. അതായത് നിങ്ങൾ ഓവർ ഫാറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടാവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, നിങ്ങളൊരു അൺഹെൽത്തി കണ്ടീഷനിൽ പോകുന്ന ഒരാളാവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ജിമ്മ്. സീരിയസ് ആയിട്ട് പറയാം. കാരണം നമുക്ക് ജിമ്മ് വരുമ്പോൾ നമ്മളുടെ ലൈഫിൽ തന്നെ നല്ല നല്ല മാറ്റങ്ങൾ, അതായത് പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ. ഞാനിപ്പോൾ നമ്മളെ ഈ പഴയ കാലത്തെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ
ഒരുവിധം എല്ലാ സൊല്യൂഷനും ഈ കാര്യത്തിൽ കിട്ടും. അതായത് അതിൻ്റെയൊക്കെ ഒരുവിധം എല്ലാ സൊല്യൂഷനും ജിമ്മിൽ ചേർന്നാൽ നമുക്ക് കിട്ടി തുടങ്ങും. സോ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാലത്തെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതായത് ഹെൽത്തി ഫുഡ് കഴിക്കാനും, അതായത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും, കൂടുതൽ അറിവ് കിട്ടാനൊക്കെ. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഒരിക്കലും കണ്ട മാർക്കറ്റ് പ്രൊഡക്ട്സ്, അതായത് പാക്കറ്റ് ഫുഡ്സിനും ഇതിനൊക്കെ നമ്മൾ അടിമയായിട്ട് മറ്റുള്ളവർക്ക് നമ്മളുടെ ഹെൽത്ത് കൊടുക്കാതിരിക്കുക. ഓക്കെ, നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലൈഫ് ഒന്നുള്ളൂ. ഓക്കെ, അത് നല്ല രീതിയിൽ കീപ്പ് ചെയ്താൽ നമുക്ക് ലൈഫ് ലോങ് നല്ല രീതിയിൽ ജീവിച്ചു പോവാം. അല്ല മറ്റുള്ളവരുടെ പരീക്ഷണ വസ്തുവായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളുടെ വീക്ക് വേർഷനിലൂടെ ജീവിച്ച് മരിക്കാം. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.